ഡിവൈഎഫ്ഐ റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്ക് 4 മാസത്തെ പെൻഷൻ തുക കൈമാറി. കൊറ്റങ്കോടൻ മൂസ, മൈമൂന ദമ്പതികളാണ് ഡിവൈഎഫ്ഐ മഞ്ചേരി ബ്ലോക്ക് സെക്രട്ടറി പി രതീഷിന് തുക കൈമാറിയത്. ഡിവൈഎഫ്ഐ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ആ ദുരിതബാധിതർക്ക് വേണ്ടി നിർമ്മിക്കാൻ പോകുന്ന വീടുകളുടെ നിർമ്മാണ ചെലവിലേക്ക് കേരള സംസ്ഥാനത്തൊട്ടാകെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ സ്ക്രാപ്പ് ചലഞ്ചും അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റുകിട്ടുന്ന പണവും അധ്വാനം പ്രദാനം ചെയ്തിട്ടുള്ള പണവും അതുപോലെ തന്നെ ആളുകൾ സംഭാവന ചെയ്യുന്ന അവരുടെ വരുമാനത്തിന്റെ ഒരു പങ്കുമെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചെമ്പ്രശ്ശേരി മേഖലയ്ക്കകത്ത് 1,23,456 രൂപ ഇതിന്റെ ഭാഗമായിട്ട് ഈ മേഖലാ കമ്മിറ്റി കൈമാറുന്നുണ്ട്. ആ പ്രവർത്തനത്തിനിടയ്ക്കാണ് മൂസാക്കും അതുപോലെ തന്നെ മാളുമ്പത്താത്തയും ഒക്കെ 4 മാസത്തെ പെൻഷൻ തുക ഈ പദ്ധതിയിലേക്ക് സംഭാവന ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ആളുകളാണ് ഈ ക്യാമ്പയിനായിരുന്നാലും നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഏത് ദുരിതത്തിലും ആളുകളെ കൈപിടിച്ചു വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനകൾക്ക് കരുത്തായിട്ടുള്ളത് എന്നുള്ളത് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. ഡിവൈഎഫ്ഐ ചെമ്പ്രശ്ശേരി മേഖലാ കമ്മിറ്റി ആക്രി ചലഞ്ചിലൂടെ സമാഹരിച്ച 1,23,456 രൂപയും കാളമ്പാറയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബ്ലോക്ക് സെക്രട്ടറിക്ക് കൈമാറി. ഡിവൈഎഫ്ഐ ചെമ്പ്രശ്ശേരി മേഖലാ സെക്രട്ടറി NT മനുദാസ്, പ്രസിഡന്റ് VP മുഹമ്മദ് റോഷിൻ, ട്രഷറർ ജാൻസറി, ജോയിന്റ് സെക്രട്ടറി M മിഥുൻ, സെക്രട്ടേറിയറ്റ് അംഗം നിജാസ്, കാളമ്പാറ യൂണിറ്റ് സെക്രട്ടറി P ശിവഗോപാലൻ, CPIM പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റി അംഗം P ശിവശങ്കരൻ, കാളമ്പാറ CPIM ബ്രാഞ്ച് സെക്രട്ടറി M വിപിൻ, റിയാസ്, ഹബീബ്, KT മുഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഈസ്റ്റ് ലൈവ്, പാണ്ടിക്കാട്.